അൻസിബ പവർ റൂമിൽ കയറി കളിച്ചു തുടങ്ങിയപ്പോൾ അൻസിബയുടെ ഗ്രാഫ് കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ അൻസിബയ്ക്ക് വല്ലാത്ത ഡീഗ്രേഡിംഗ് ഉണ്ട്. അത് കിടിലം ഫിറോസൊക്കെ പറഞ്ഞ് ഒരു വാക്കുമായിട്ട് യോജിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആവും. ഇതിപ്പോൾ കിടിലം ഫിറോസൊക്കെ വന്ന് പറയണമെന്നില്ല. അതിന് മുമ്പേ നമ്മൾ ഒട്ടുമിക്ക സാധാരണ മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. PR ടീമിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുമ്പോഴും ആര് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ നല്ല വ്യക്തത ഏഷ്യനെറ്റിനും BB ടീമിനും ഉണ്ട്. അവരതിനനുസരിച്ച് ആ കണ്ടസ്റ്റിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യാനും PR ടീമുകൾ ഇളകി മറിയും. അത് നമ്മളിപ്പോൾ വ്യക്തമായി കാണുന്നതാണ്. കാരണം ഇത്രയും നെഗറ്റീവ് ഉണ്ടായിരുന്ന ജാസ്മിന് പെട്ടെന്ന് അങ്ങടെ എന്താ പറയുക, ഒരു മാലാഖയാക്കി മാറ്റുന്നു. അതൊരു സാധാരണ മനുഷ്യന് പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് വ്യക്തമായിട്ടറിയാം. ആ താഴെ കാണുന്ന കമൻസ് മുഴുവൻ PR ടീമിൻ്റെയും ഫേക്ക് IDs ഒന്നും വരുന്നതാണ്. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 90% കമൻസും അങ്ങനെയാണ്. കാരണം അൻസിബ കളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അൻസിബ ഒരു മൈൻഡ് ഗെയിമർ ആണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് അൻസിബയ്ക്ക് കിട്ടുന്ന നെഗറ്റീവ് കമൻസും അതിനുവേണ്ടി വീഡിയോ ചെയ്യാൻ കുറച്ച് യൂട്യൂബ് ചാനൽസും വളരെ വ്യക്തമാണ് അവരുടെ അജണ്ട എന്താണെന്നുള്ളത്. ജാസ്മിന് വേണ്ടി BB ടീം ഒരുക്കുന്ന ഇപ്പോഴത്തെ ഇര അൻസിബയാണ്. ഇതിനു മുമ്പും ഒരുപാട് ഇരകളുണ്ട്. സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് ജാസ്മിനെ പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ചപ്പ് ചവറുകളും വാഴകളും അതിൻ്റെ ഇടയിൽ ജാസ്മിനും, എന്നിട്ട് ജാസ്മിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക. ആ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവസാനം ഗസ്റ്റുകൾ എന്ന് പറഞ്ഞ് 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരവരെ മാക്സിമം ചെയ്യുന്നുണ്ട് വെളുപ്പിക്കാൻ. കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരല്ല എന്ന് എന്നാണാവോ BB ക്രൂ മെമ്പേഴ്സ് മനസ്സിലാക്കുക. ഞാനിത് പറയാൻ കാരണം ഈ സീസൺ നിങ്ങൾ എടുത്തു നോക്കൂ. ഓരോ സ്ട്രോങ് കണ്ടസ്റ്റൻസിനായിട്ട് ഇവർ പുറത്താക്കിയിരിക്കുകയാണ്. റോക്കി അടിച്ചിട്ട് പോയതാണെങ്കിലും അത് തടയാൻ ഒട്ടേറെ അവസരം ഉണ്ടായിരുന്നു BBക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിന്. അവിടെ വെച്ച് അനൗൺസ് ചെയ്യായിരുന്നു ചെയ്യാൻ പാടില്ല എന്ന്. അത് ചെയ്തില്ല. പോരാത്തതിന് ലാലേട്ടൻ അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കിയോട് പറയുകയും ചെയ്തു, ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചാൽ അടിക്കുമെന്ന്. എന്ന് വെച്ചാൽ അതിന് മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് റോക്കിയെ പുറത്താക്കിക്കുക ചെയ്ത് റോക്കി പൊന്തി വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഇവർ പ്രതീക്ഷിക്കാതെ പൊന്തി വന്ന ഒരാളായിരുന്നു നമ്മുടെ സിബിൻ. കാരണം സിബിൻ അവിടെ ഉണ്ടെങ്കിൽ ജാസ്മിൻ പോയിട്ട് ഒരാളും സിബിൻ്റെ 7 അയലക്കത്ത് പോലും എത്താൻ കഴിവില്ലാത്ത ഒരാളാണ് ജാസ്മിൻ. അതിപ്പോൾ എന്തൊക്കെ അന്തം ഫാൻസ് വന്ന് എന്തൊക്കെ കമൻറ്റ് ചെയ്താലും അതൊരു സത്യമാണ്. അപ്പോൾ സിബിനെ പുറത്താക്കാൻ വേണ്ടി പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു നമ്മുടെ ബിഗ് ബോസ്. എങ്ങനെ കൊണ്ടുവന്നു? ലാലേട്ടനെ വെച്ച് മാക്സിമം സിബിനെ അടിച്ചിരുത്തി സിബിന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് സിബിനെ എടുത്ത് പുറത്തിട്ടു. വഴി ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് അല്ലെങ്കിൽ അവസാനത്തെ ജാസ്മിന് വേണ്ടിയിട്ട് കുരുതി കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് പാവം നമ്മുടെ ജിൻഡപ്പനെ. ജീവൻ കൊടുത്ത് കളിക്കുന്നുണ്ട് ജിൻഡപ്പൻ ഇടുന്ന എഫേർട്ട് അവിടെ ആരും ഇടുന്നില്ല. പക്ഷേ ജിന്നോനെ ഇപ്പം പുറത്താക്കാത്തത്, ഇപ്പം ജിൻഡോ കൂടെ പുറത്തായാൽ ശോകമാവും, അട്ര ഫ്ലോപ്പായി മാറും. അപ്പോൾ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ജിൻഡപ്പൻ വേണം. ആ ഒരു ആവശ്യം കഴിഞ്ഞ് ഒരു 80-90 ഡേയ്സ് എത്തുമ്പോഴത്തേക്കും ജിൻഡപ്പനെ എവിടെ എടുത്ത് പുറത്തിടും. എന്നാലേ ജാസ്മിൻ്റെ വഴി അവർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. അതുപോലെ തന്നെയാണ് രതീഷ്. ഫസ്റ്റ് വീക്കിന് ഓളം ഉണ്ടാക്കാൻ തുടങ്ങിയതും ഇയാൾ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു മനസ്സിലായതും അയാളെ എടുത്ത് പുറത്തിട്ടു. ഇനി എത്ര പേര് എക്സാമ്പിൾ തരണം? ഇനി അടുത്തത് അൻസിബയാണ്. അൻസിബയ്ക്ക് നല്ലോണം പണി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. ജാസ്മിനെ മാക്സിമം വെളുപ്പിക്കുന്നുണ്ട്. ഇനി അൻസിബയെ കൂടെ എടുത്ത് പുറത്തിടും. അതുപോലെ പുറത്തിറങ്ങിയ അഭിഷേക് ജയ്ദീപ് പറയുന്നുണ്ടായിരുന്നു, കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ അത് തെറ്റെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് അഭിഷേകിന് ഒരു വാർണിംഗ് പോലെ ഒരു ലെറ്റർ വന്നു. റേസിസത്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അഭിഷേകിന്റെ അടപ്പിച്ചു എന്നാ പറഞ്ഞ. അഭിഷേകിന്റെ അടപ്പിക്കാൻ കാണിച്ച സാമർത്ഥ്യം എന്തുകൊണ്ട് ജാസ്മിന്റെ അടപ്പിക്കാൻ കാണിക്കുന്നില്ല? ജിൻഡോനെ ജാസ്മിൻ അടിച്ചപ്പോൾ എന്തുകൊണ്ട് അനങ്ങിയില്ല? എന്തുകൊണ്ടൊരു യെല്ലോ കാർഡ് കൊടുത്ത് പേടിപ്പിച്ച് മറ്റേ അഭിഷേകിനെ അവിടെ ഇരുത്തിയിരിക്കുന്നു? അങ്ങനെ ശക്തരായ ആളുകൾ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, മിണ്ടി തുടങ്ങിയാൽ എടുത്ത് പുറത്തിടുക. എന്നിട്ട് ആരുമില്ലാത്തവിടെ, അതായത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവാക്കി ജാസ്മിന് കപ്പ് കൊടുക്കുക എന്ന ബിഗ് ബോസിന്റെ നാടകം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വെൽ ഡൺ ബിഗ് ബോസ്.